ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറും നമുക്ക് വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകളാണ്. പിന്നീട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നമ്മളൊരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഇത് വരച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ചെറിയൊരു അടപ്പ് വെച്ച് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പും കൂടെ വരച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്ത് ഈ ഒരു അടപ്പ് വെച്ച് വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെയുള്ള രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഇതിന്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതുപോലെ നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു വാൾഡക്കറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതെല്ലാം നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും 2 റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിതെല്ലാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പീസ് അതിൽ ചുറ്റിക്കൊടുത്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ അടുത്ത പീസ് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഇതുപോലെ ചുറ്റിക്കൊടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിലും നമ്മൾ അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് 2 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസിലേക്ക് നമുക്ക് ഇതുപോലെ അത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അടുത്ത റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചെടുക്കണം. ഇതിലും നമ്മൾ നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ 2 എണ്ണവും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത റൗണ്ട് പീസിൽ ഒട്ടിച്ചെടുത്തത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. ഇതിലുള്ളത് നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പല കളറിലുള്ള വൂളൻ ത്രെഡുകളാണ്. ഇത് നമ്മളിവിടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതെല്ലാം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ട്രാൻസ്പെറൻറ്റ് കവർ ഒട്ടിച്ചെടുത്ത ഭാഗത്ത് ഇതുപോലെയാണ് അത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് അടുത്ത റൗണ്ട് പീസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. നമ്മൾ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള വൂളൻ ത്രെഡിൽ നിന്നെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡിന്റെ ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തത് ഇതുപോലെയാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പൊ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചെടുത്തു. ഇപ്പൊ നമ്മൾ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ. പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.